ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്നും മാർക്കറ്റിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുന്നു 23,112 താഴെയായിട്ട് നമുക്കൊരു ബി സൈഡിലെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തന്നു. കറക്റ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഏകദേശം ഒരു 100 പോയിന്റ് അബവ് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോഫിറ്റ് നിങ്ങൾ ക്യാച്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ രാവിലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയ സമയത്ത് നമ്മൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ചാൻസ് ഫോർ റിവേഴ്സൽ ഫ്രം ഡേ ഹൈ. അതായത് ഡേ ഹൈയിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ, അതായത് ഓർഡർ ഫ്ലോ ചാർട്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡലില് നമുക്കൊരു ഡെൽറ്റ ഡൈവർജൻസും ഒരു DHL പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഏരിയയിൽ സെൽ ഓർഡേഴ്സ് അവിടെ ഉണ്ടെന്നുള്ള കാര്യമാണ് ഈ ഒരു ക്യാൻഡലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബയേഴ്സ് അവിടെ ട്രാപ്പ് ആയി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്രൂപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്തത്. ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് ഫാളായത്. ഓക്കെ, അപ്പം അവിടെ നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ മാർക്കറ്റ് ഡേ ലോയിൽ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയ സമയത്ത് നമ്മൾ എഗെയിൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ് സൈഡിലേക്ക് മാർക്കറ്റിൽ നല്ലൊരു വോളിയം ബിൽഡപ്പ്, അതായത് 11 കാലായ സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുഡ് വോളിയം ബിൽഡപ്പ് ഫോർ അപ് സൈഡിലേക്ക് നല്ലൊരു വോളിയം ബിൽഡപ്പ് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് ഒരു അപ്സൈഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു സമയം നമ്മൾ പറഞ്ഞിരുന്നു നിഫ്റ്റിയുടെ ഒരു ടാർഗറ്റ്, അതായത് നിഫ്റ്റി ഒരു 23,300 ഏരിയയിൽ നിന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നിഫ്റ്റി 23,400 ടു 23,500 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞ രണ്ട് ലെവലും മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 23,500 ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിഫ്റ്റിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ലെവൽസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോനെ ബേസ് ചെയ്തും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ വീലുള്ള സ്പോട്ട് പ്രൈസിന്റെ ലെവലിനെ ബേസ് ചെയ്ത് നമ്മൾ പലപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മാസം അവസാനം നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാകുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ലൈവ് ട്രേഡിംഗ് സെഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പൊ നമുക്ക് ഓവറോൾ സ്റ്റിൽ മാർക്കറ്റ് ഒരു ടെക്നിക്കലി മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് വ്യൂ തന്നെയാണ്. അപ്പം നമുക്ക് നാളത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് അപ്സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് 23,000 ഒരു 500 മുതൽ 23,620 വരെയുള്ള ഏരിയകൾ മാർക്ക് ചെയ്യുക. അതൊരു ഗ്യാപ്പ് ഏരിയ ആണ്, ലിറ്റിൽ ഒരു ഗ്യാപ്പ് ഏരിയ ആണ്. അപ്പം ഈ 23,500 മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. ഒരു 100 പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എഗെയിൻ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചെറിയൊരു ലെവലാണ് 23,733. അതുപോലെ തന്നെ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് 23,840 മുതൽ 23,933 എന്ന് പറയുന്ന ലെവല് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് 23,500 ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് മൂവ് ചെയ്ത് ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്ത് നാളെ ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനിടയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം. ഈ ലെവൽസ് ഒക്കെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യേണ്ടത് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൽ നിന്ന്, അതായത് ഈ ഒരു നമ്മൾ ഈ റെസിസ്റ്റൻസ് സോൺ പറഞ്ഞ ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് താഴേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അവിടെ ഒരു പ്രൈസ് റിജക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,200 ലെവലാണ്. ഈ ഒരു ലെവലിന് താഴേക്ക് മാർക്കറ്റ് ഈ ഒരു ലെവലാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് 23,100 താഴെയാണ്, അതായത് 23,090 ആ ഒരു ലെവലിന് താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് 23,000 അതുപോലെ തന്നെ 22,914 മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ താഴെയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത്
2700 ലെവലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചാർട്ട്സിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നാളത്തെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിന്റെ ബേസിലുള്ള ഫ്യൂച്ചർ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അതായത് ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു വാല്യൂ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. 23,360 ലെവല് വാല്യൂ ഹൈ ആണ്. ഇതൊരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ 23,136. അപ്പം ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ഉള്ള ഒരു ചാൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയ ലോയിന്റെ താഴെയായിട്ട് അല്ലെങ്കിൽ വാല്യൂ ഏരിയന്റെ ഹൈയിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ട്രെൻഡിങ് ആവാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വാല്യൂ ഏരിയയുടെ കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. വാല്യൂ ഏരിയയുടെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് വേസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട്സൈഡ് റേഞ്ച് ആണ്. അപ്പം മാർക്കറ്റ് ഒരു ജി പീരീഡിന് ശേഷം മാർക്കറ്റ് ഒരു ട്രെൻഡിങ് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സമയത്തിന് ശേഷമാണ് മാർക്കറ്റ് ട്രെൻഡിങ് ആയത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ നാളെ നോട്ട് ചെയ്യേണ്ട വേറൊരു ലെവൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർട്ട്സിൽ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്ത് നോക്കുക. അതായത് ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സിംഗിൾ പ്രിന്റ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതായത് സ്മാർട്ട് മണി ആളുകൾ ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയ ആണ്. അതായത് നാളെ മാർക്കറ്റിലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനൊരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഫ്യൂച്ചർ ലെവലില് 23,380 മുതൽ 23,370 വരെയുള്ള ആ ഒരു ഏരിയ ഒരു സപ്പോർട്ട് സോണായിട്ട്, അതായത് ആ ഒരു ഏരിയയിൽ നല്ലൊരു ബൈയിങ് ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റിജക്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഈ ഒരു POC ലെവലുകൾ മാർക്ക് ചെയ്യുക. 23,211 എന്ന് പറയുന്ന ലെവല് ഇതൊരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മൾ പറയുന്ന ലെവൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ട്രേഡ്സ് ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകും അല്ലെങ്കിൽ താഴേക്ക് പോകും. ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ അനാലിസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.